വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷ്മിഗോ ക്രോണിക്കിൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ വീണ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു പാരന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. അതായത് UAE സ്കൂൾ അഡ്മിഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇവിടെ പുതിയതായിട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇതിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് UAE സ്കൂൾ അഡ്മിഷൻ പ്രോസസ്, അതേപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ, അതേപോലെ സെലക്ഷൻ ക്രൈറ്റീരിയാസ് അല്ല അഡ്മിഷൻ ക്രൈറ്റീരിയാസ്, എപ്പോഴാണ് അഡ്മിഷൻ തുടങ്ങുന്ന ആ ടൈം എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. UAE ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കരിക്കുലം, അതേപോലെ തന്നെ ടീച്ചിങ് സ്റ്റൈൽസ്, ഫീസ് സ്ട്രക്ചർ ഉള്ള സ്കൂൾസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഏത് കരിക്കുലം സെലക്ട് ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ, ഇതൊക്കെ വെച്ച് നമുക്ക് കുറച്ച് ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ബഡ്ജറ്റും അതേപോലെ തന്നെ നമ്മളുടെ ഫ്യൂച്ചർ നീഡ്സ്, നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ അമേരിക്കൻ കരിക്കുലം നമുക്ക് ചൂസ് ചെയ്യാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ കനേഡിയൻ കരിക്കുലം ഉണ്ട്, കനേഡിയൻ സ്കൂൾസ് ഉണ്ട്, അതേപോലെ ബ്രിട്ടീഷ് സ്കൂൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതും കൂടെ ചിന്തിച്ചിട്ട് ഫ്യൂച്ചറും കൂടെ നോക്കി, അതേപോലെ നമ്മളെ ബഡ്ജറ്റും കൂടെ നോക്കി, കാരണം ഫീസ് സ്ട്രക്ചർ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഡിഫറെന്റ് കരിക്കുലം വരുമ്പോൾ. അതേപോലെ തന്നെ ഫീസ് സ്ട്രക്ചറും നല്ല ഡിഫറൻസ് വരും. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു സ്കൂൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ പ്രോസസ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം ഇവിടെ അഡ്മിഷൻ തുടങ്ങുന്ന ടൈം ഇതെല്ലാം ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു വർഷം തന്നെ നമുക്ക് എന്താ പറയാ പിന്നെ ജോയിൻ ചെയ്യാതിരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കുട്ടിയുടെ ഒരു വർഷമായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. കുട്ടി ഇപ്പോൾ ഒരു 3 years ഒക്കെ ആവുമ്പോഴേക്കും നമ്മൾ അതിനെക്കുറിച്ച് ഏത് സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്യണം, നമ്മളൊരു പാരന്റ്സ് ഡിസൈഡ് ചെയ്യണം ഏത് സ്കൂളാണ് വേണ്ടത്. അതിനനുസരിച്ച് അവരുടെ സിലബസ് നോക്കണം, എന്തൊക്കെയാണ് അവർ പഠിപ്പിക്കുന്ന സിലബസ് എങ്ങനെയാണ് നമ്മളെ കുട്ടിക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ട് വരും, അനുസരിച്ചൊക്കെയുള്ള ഒരു കരിക്കുലം സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കരിക്കുലം, ഏത് കരിക്കുലം ഒക്കെയാണ് ഇവിടെ UAE അവൈലബിൾ എന്നതിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് നമ്മളുടെ ഇന്ത്യൻ കരിക്കുലം ഉണ്ട്, CBSE. അത് ഡിഫറെന്റ് സ്കൂൾസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് കരിക്കുലം ഉണ്ട്, പിന്നെ ഉള്ളത് കനേഡിയൻ കരിക്കുലം ഉണ്ട്, അമേരിക്കൻ കരിക്കുലം ഉണ്ട്, അതിന് ഡിഫറെന്റ് സ്കൂൾസ് ഉണ്ട്, UAE നാഷണൽ കരിക്കുലം ഉണ്ട്. ഇത്രയും കരിക്കുലംസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള. ഇതിൽ തന്നെ ഡിഫറെന്റ് സ്കൂൾസ് ഉണ്ട്, ഈ കരിക്കുലം തന്നെ ഫോളോ ചെയ്യുന്ന ഡിഫറെന്റ് സ്കൂൾസ് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് നമുക്ക് ഏതാണ് താല്പര്യം എന്നതിനനുസരിച്ച് നമുക്ക് ആദ്യം ഏത് കരിക്കുലമാണ് കുട്ടിക്ക് വേണ്ടത് എന്നത് സെലക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ്. അഡ്മിഷൻ ക്രൈറ്റീരിയയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വരുന്നത് ഏജ് റിക്വയർമെന്റ്. ഈ ഓരോ സ്കൂളിലും നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ഏജ് റിക്വയർമെന്റ് ഉണ്ട്. അത് ഇന്ത്യൻ സ്കൂളിലൊക്കെ ആണെങ്കിൽ അത് 4 yearsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടിക്ക് 4 years ആകുമ്പോഴാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ നമുക്ക് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്കൂളിലൊക്കെ അത് 3 years ആണ്. അങ്ങനെയാണ് ഏജിന്റെ കാര്യം വരിക. പിന്നെ അടുത്തത് പറഞ്ഞാൽ എൻട്രൻസ് എക്സാംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാംസ്, അതേപോലെ അസസ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ പ്രൈമറി KGയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ഇൻഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റ് ആണ്. അപ്പോൾ കുട്ടീനെ കൊണ്ട് നമ്മൾ അഡ്മിഷൻ ടൈമിൽ പോകുമ്പോൾ തന്നെ കുട്ടീനെ അവർ അസസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഇൻഫോർമൽ അസസ്മെന്റ് ആണ് KG പ്രീ സ്കൂളിലൊക്കെ നടക്കുന്നത്. പക്ഷേ കുറച്ച് വലിയ ഗ്രേഡിലേക്കൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ഗ്രേഡിലൊക്കെ വരുമ്പോഴേക്കും റിട്ടേൺ ആയിട്ട് തന്നെ ചില സ്കൂൾസ് ഒക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തത് വരുന്നത് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളത് ഒന്ന് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ എമിറേറ്റ്സ് ID. ഇവിടെ റെസിഡൻസ് ആകുമ്പോൾ നമുക്ക് എമിറേറ്റ്സ് ID എന്തായാലും വേണം. അത് പാരന്റ്സിന്റെ 2 പേരുടെ എമിറേറ്റ്സ് ID വേണം, കുട്ടീന്റെ എമിറേറ്റ്സ് ID വേണം. പിന്നെ വാക്സിനേഷൻ റെക്കോർഡ് വേണം, കുട്ടിയുടെ വാക്സിനേഷൻ എടുത്ത ആ ഒരു കാർഡ് അല്ലെങ്കിൽ ആ റെക്കോർഡ് ആവശ്യമാണ്. പിന്നെ പാസ്പോർട്ടിന്റെ കോപ്പി, പിന്നെ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള സ്കൂളിലെ റിപ്പോർട്ട്സ് വേണം. അത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് ഉണ്ട്.
ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. ഇനി നമുക്ക് അറിയേണ്ടത് ടൈം ലൈൻ ആണ്. എപ്പോഴാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ആപ്ലിക്കേഷൻ അവർ ഓപ്പൺ ചെയ്യുക, വെബ്സൈറ്റിൽ ഓപ്പൺ ആവുന്നത്, ഇതൊക്കെയാണ് അറിയാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിലും UAE അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്താണ്. അതേപോലെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും സെപ്റ്റംബർ നവംബർ ആ ഒരു ടൈമിൽ അവരുടെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവും. ആ സമയത്ത് നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ്ലി അത് ഏത് സ്കൂളാണ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സൈറ്റിൽ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. സെപ്റ്റംബർ ടു നവംബർ എപ്പോൾ വേണമെങ്കിലും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിലായിരിക്കും എൻട്രൻസ് എക്സാംസും അല്ലെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണെങ്കിലും ആ ടൈമിലായിരിക്കും. ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിലായിരിക്കും അവർ നടത്താറ്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ പേ ചെയ്യേണ്ടത് ഫെബ്രുവരി ഏപ്രിൽ ആ ഒരു സമയത്തായിരിക്കും. അഡ്മിഷൻ രജിസ്റ്റർ ചെയ്ത് നമ്മളുടെ നമ്മളുടെ ഒരു അഡ്മിഷൻ ഉറപ്പിക്കേണ്ടത് ആ ഒരു ടൈമിലായിരിക്കും. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലായിരിക്കും. ഇന്ത്യൻ സ്കൂൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യൻ സ്കൂളുകളിൽ അല്ലെങ്കിൽ CBSE സിലബസിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ പറഞ്ഞ പോലെ സെപ്റ്റംബർ ആ ഒരു ടൈമിലായിരിക്കും. അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. നെക്സ്റ്റ് വരുന്നത് ഫീസിന്റെ കാര്യമാണ്. ഫീസിന്റെ കാര്യവും കരിക്കുലം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. CBSE അല്ലെങ്കിൽ ഇന്ത്യൻ സിലബസിന് ഫീസ് കുറവാണ്. അതിനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതലാണ് ബ്രിട്ടീഷ് സിലബസ് വരുമ്പോൾ. പിന്നെ അമേരിക്കൻ കരിക്കുലം അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട്. അപ്പോൾ ഫീസും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഏത് സിലബസ് ആണ് വേണ്ടത്, ഏത് കരിക്കുലമാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ. ഈ ഫീസ് എന്ന് പറയുന്നത് അവരുടെ ട്യൂഷൻ ഫീ മാത്രമാണ്. അതല്ലാതെ എക്സ്ട്രാ വരുന്ന യൂണിഫോം, അതേപോലെ ഷൂ, പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള ഫീ, ഇതൊക്കെ എക്സ്ട്രാ വരുന്ന ഫീസാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അഡ്മിഷന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓരോ കരിക്കുലത്തിനും ഡിഫറെന്റ് സ്കൂൾസ് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു സ്കൂൾ സെലക്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആരും ഫ്രണ്ട്സിന്റെ കുട്ടികളാരും പഠിക്കുന്നതൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് KHDA. ഇപ്പോൾ ദുബായിലാണെങ്കിൽ KHDA അവരുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റേറ്റിംഗ് ഉണ്ട്. അല്ലെങ്കിൽ അബുദാബിയിലാണെങ്കിൽ അഡക്കിന്റെ റേറ്റിംഗ് നോക്കിയിട്ട് ADEK അഡക്കിന്റെ റേറ്റിംഗ് അവർ കൊടുക്കാറുണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓരോ സ്കൂളിനും ഓരോരോ റേറ്റിംഗ് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിങ്, എക്സലന്റ്, ഗുഡ്, വെരി വീക്ക്, അങ്ങനെയുള്ള ഒരു റേറ്റിംഗ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് സ്കൂളിന്റെ പുറത്ത് തന്നെ സാധാരണ അവർ ഡിസ്പ്ലേ ചെയ്യും ആ സ്കൂൾ ഏത് റേറ്റിംഗിലുള്ളതാണ്. ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് വേണം. അത് റേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. അപ്പൊ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്യാൻ. അത് മാത്രമല്ല, സ്കൂൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് സ്കൂളിലൊന്ന് ചെന്ന് അവരുടെ ടീച്ചേഴ്സൊക്കെ ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടുത്തെ ബാക്കി അമ്യൂണിറ്റീസും അവരുടെ ഫെസിലിറ്റീസും ഒക്കെ ഒന്ന് കണ്ട് സ്കൂൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ. ഓരോ സ്കൂളും അത് റേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഇപ്പോൾ അഡക്കാണെങ്കിലും KHDA ആണെങ്കിലും ഓരോ സ്കൂളിനെ റേറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റ് നോക്കിയിട്ട്, ടീച്ചിങ് ക്വാളിറ്റി നോക്കിയിട്ട്, അതേപോലെ തന്നെ കരിക്കുലം ക്വാളിറ്റി, ലീഡർഷിപ്പ് ആൻഡ് ഗവേണൻസ്, അതേപോലെ തന്നെ ബാക്കി എല്ലാ ആക്ടിവിറ്റി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതിന്റെ റേറ്റിംഗ് വെച്ചിട്ടാണ് അവരിതെല്ലാം നോക്കിയിട്ടാണ് ആ റേറ്റിംഗ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ കുട്ടികളുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂള് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഒരു സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമ്മൾ എപ്പോഴും ആ സൈറ്റ് നോക്കണം. പാരന്റ്സിന് ഒരു ചെറിയൊരു തലവേദനയുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് നല്ല സ്കൂൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുറെ ഫീസ് ഉള്ള അല്ലെങ്കിൽ ഹൈ റേറ്റഡ് ആയിട്ടുള്ള സ്കൂൾ സെലക്ട് ചെയ്യുന്നതിലല്ല കാര്യം. നമ്മുടെ കുട്ടിക്ക് ബെസ്റ്റ് ആയിട്ട് ഫിറ്റ് ആവുന്ന സ്കൂൾ ചൂസ് ചെയ്യുന്നതിലാണ് കാര്യം. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഒരു മെയിൻ ഘടകമാണ്. കാരണം ട്യൂഷൻ ഫീ മാത്രമല്ല, അതിന്റെ കൂടെ വരുന്ന എക്സ്ട്രാ ഫീസ് ആ ട്യൂഷൻ ഫീനെക്കാട്ടും മുകളിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റും കൂടെ നോക്കി, അല്ലെങ്കിൽ അവരുടെ ഫീസ് സ്ട്രക്ചറും കൂടെ നോക്കിയിട്ട് സ്കൂൾസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങളുടെ കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.